അതല്ല അത് നോമ്പിനെ വേണ്ട നോമ്പിനെ डोल मेरा रंग में जोलमिल है मेरा लाल मेरा रंग में അത് മതി കേട്ടോ. സ്പോട്ടിഫൈ പ്രീമിയം അതെന്താ കേസ് എന്തൊക്കെ പടവാ എല്ലാരും ഈദ് മുബാറക് കേസ് ഇവിടെ കൂടി ഇത് കേക്ക് എന്ത് സ്പോട്ടിഫൈന്റെ കേസ് എന്താ എല്ലാരും പറഞ്ഞ കളിയാക്കുന്നത് അറിയില്ല ഞാൻ കൂടുതലായിട്ട് പാട്ട് കേൾക്കലുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാരും പറയുന്നത്. ആരോടും ചോദിച്ചോക്കണോ ഇറോ എന്താ സ്പോട്ടിഫൈന്റെ കേസ് സ്പോട്ടിഫൈന്റെ കേസ് എന്താണെന്ന് ചോദിച്ചാല് സ്റ്റുഡന്റ് പ്ലാൻ ആണ്. സ്റ്റുഡന്റ് പ്ലാൻ ആണ് പ്രീമിയം ചെയ്തിരിക്കുന്നത്. സ്റ്റുഡൻസിനെ ആ പ്ലാനാണ് പ്രീമിയം ചെയ്തിരിക്കുന്നത്. കമന്റ് കൂടെ ഒക്കെ സ്പോട്ടിഫൈ അതുകൊണ്ടാണ് കുഴപ്പമില്ല, നല്ലതാണ്. ചെറിയ പേയ്മെന്റ് ഉള്ളൂ. പിന്നെ ഇതൊന്ന് പിടിച്ചാൽ ഫോട്ടോ എടുക്കേണ്ടി തരേ. സ്നേഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും വിശ്വാസംസകൾ, ഈദാശംസകൾ, ചെറിയ പെരുന്നാൾ ആശംസകൾ. ഹാപ്പി ഓണം. വിഷു പറഞ്ഞുട്ടോ 2027 വിഷു ബൈ ഒരേ താളം കൽബിലെ താളം കൊണ്ട് തെക്കുബീറുകളിൽ. പിന്നെ നമുക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്താ പറയാ, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാ. നമ്മള് മാക്സിമം സപ്പോർട്ട് ചെയ്യാ. നമ്മൾ നിങ്ങളുടെ അടുത്ത് കൂടെ ഒക്കെ വരുമോ? എന്തിന് നിങ്ങൾക്ക് ഉപകാരം കിട്ടാന്. ഒരു കേക്ക് മേടിക്കാണ് തരേ. അല്ല ഞങ്ങൾക്ക് കയറാൻ എന്താണ് രണ്ടാമത്തെ പ്രാവശ്യം അനക്ക് അല്ല ഈ പെരുന്നാൾ ദിവസം ചാമ്പൽ ഇങ്ങനെ കിട്ടുമ്പോ അനക്ക് എന്താ തോന്നുന്നത്? എല്ലാരും ചാമ്പ്യൻ ശിക്ഷ ഈദ് മുബാറക്ക്. ആശിക്കനെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ആരെങ്കിലും കയറും. അല്ല നമ്മക്ക് കേക്ക് മേടിക്കാൻ പോകണ്ട, ഒരു പോയിക്കോട്ടെ. പിന്നെ എന്താ പറഞ്ഞേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലിക്കിംഗ് സബ് ബട്ടൺ ക്ലിക്കിംഗ് അടിക്കുക. പിന്നെ അനക്ക് ഈ പെരുന്നാൾ ദിവസത്തിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോ. പെരുന്നാൾ രാവിലെ എല്ലാരും ഇങ്ങനെ ഒത്തുകൂടാന്ന് പറഞ്ഞ സന്തോഷം വേറെ ഒന്നുമില്ല. എല്ലാരും പറയുമ്പോ നമ്മളെല്ലാരും ഒരുമിച്ചുള്ളപ്പോഴായിരിക്കും സന്തോഷം. അനക്ക് പെരുന്നാൾ ദിവസം ചാമ്പിൽ ഇട്ടിക്കണോ? ഡെയിലി കിട്ടുന്നുണ്ട്. പെരുന്നാൾ ദിവസം സ്പെഷ്യൽ ഇട്ടും. പിന്നെ അജീറൊന്ന് ചാമ്പി പോയിക്കണു നേരത്തെ. അജീറ ഇത് ചാമ്പ്യോ. പിന്നെ വ്ളോഗ് കഴിഞ്ഞിട്ട് തരാം. അനക്ക് അക്കൗണ്ട് കിട്ടാ, അക്കൗണ്ട് കിട്ടോ ചെറുക്കത് ഫ്ലെയിം. പെരുന്നാളിന് 10 രൂപ തന്ന് സഹായിച്ച ആദ്യത്തിനും കുടുംബത്തിനും ഒരുപാട് നന്ദി. എന്താ ചാമ്പ്യത്? ആദ്യത്തിന് എന്താ ചാമ്പ്യത്? ഇതെന്താ? ഇതും കൊടുക്കേ. സ്വർണത്തിന്റെ പെട്ടി, ചില്ലറ പൈസ ഉണ്ടാക്കാന്. ഇതെന്താണ്? പിന്നെ ഓനെ തന്നിക്കണേ എന്തെങ്കിലും ചാമ്പലേ കഴിഞ്ഞിക്കണടാ. സോനു ഒന്ന് പേരിട്ടും കണ്ടു വന്നു കുറച്ചെണ്ണം. സോനു മൃദുലിനെ ചാമ്പിക്കണു. അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാല. മൃദുലേ ഇവിടൊക്കെ ചോദ്യം ചെയ്യട്ടെ. അന്നെ സോനു ചാമ്പിയോ? ഇല്ലടാ, ഓ ചാമ്പി. മുഖത്തൊന്നും മനസ്സിലാട്ടെ. കണ്ണടച്ചളാ കണ്ണടച്ചള പറഞ്ഞ അന്നെ സോനു ചാമ്പിയല്ലേ? ഓ ഇടക്ക് അങ്ങോട്ട് കൂടെ ചാമ്പണല്ലേ. എന്താ ഉണ്ടായത് പറ. എന്തുണ്ടാവണോ ഒന്നും ഉണ്ടായില്ല, അറിയില്ല. 4 മണിവരെ സോനും മൃദുലും ഒപ്പായിരുന്നു. അപ്പൊ ഡ്രസ് എടുക്കാൻ പോകുമ്പോ വിളിക്കൊണ്ടു മൃദുൽ പറഞ്ഞോ. രാത്രി 7 മണിക്ക് അൽബു കാർ എടുത്ത് വന്നു. ഓ മെല്ലെ വണ്ടി കയറി പോയി. 6 ആള് മൃദുലിനെ കയറ്റി 6 ആളാവൂലേ, തിരക്കാവും സീറ്റ് തിരക്കാവും പറഞ്ഞിട്ട് വിളിച്ചില്ല. അത് മഞ്ചേരിക്ക് പോയി, അത്രേ ഉള്ളൂ. മഞ്ചേരിക്ക് പോയി, പെരുന്തൽമണ്ണയല്ല. ഫുഡും കഴിച്ചു. എന്തെങ്കിലും സത്യം ഉണ്ടോ? ഫുള്ള് ഫേക്ക്. മഞ്ചേരി പോയി. അത് ഞങ്ങള് പാണ്ടിക്കാട് പോയതാണ്. പാണ്ടിക്കാടിന് ഡ്രസ് കിട്ടിയില്ല, മഞ്ചേരി പോയി. മഞ്ചേരി ചാമ്പിക്കണോ ചെറുതായിട്ട് കുറച്ച്. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഇങ്ങനെ പറ്റിക്കണേ ചോദിച്ചോട്ടെ പ്രേക്ഷകരെ മുന്നിൽ നിന്ന്. ഇന്നലെ ആണെങ്കിൽ നോൽമുണ്ടായിരുന്നോ?
എത്ര പെരുന്നാൾ ദിവസം കേട്ട ചോദ്യം ചോദിക്കരുത്. തെളിവുണ്ട് സാധനങ്ങളൊക്കെ പൊളിയുന്നുണ്ട്. സാധനങ്ങളൊക്കെ പൊളിയുണ്ട്. രണ്ടാമതും കിട്ടുമോ? പിന്നെ വേറൊന്നും കാണിച്ചു കൊടുക്കല്ലേ. എന്തൊക്കെ ഒരു മിനിറ്റോ അടുത്തിട്ട് വിളിച്ചേ ഡേറ്റ് നോക്കട്ടെടോ. യെസ്റ്റർഡേ ഇവിടെ യെസ്റ്റർഡേ 1:30 ഉച്ചക്ക് കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഉമ്പുടുവിന്റെ ഉണ്ട് ഇറുണ്ട് ഇതാ ഡേറ്റ് ഇല്ല എവിടെ അല്ല ആൾക്കെന്താ എനിക്ക് നോമ്പില്ല, എനിക്ക് വയറിന് സുഖമില്ല. ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ സംഭവിച്ചാൽ അല്ല അനക്കെന്താ പ്രശ്നം? പിന്നെ നമ്മളാരെ മിസ് ചെയ്യണ അറിയോ? ജേഡിനെ എന്തറിയോ? ഓന് മറ്റേ മിലി മിൻഷയ്ക്ക് 6-0 തോൽപ്പിച്ചിട്ടപ്പോ ചെറുക്ക ഡിപ്രഷൻ. എന്നോടൊരു കാര്യം ചോദിക്കാം. മിനി മിനിറ്റ് പറഞ്ഞപ്പോഴാണ് ഈ കൊടിമത്തു അല്ല അജീറിനെ കൊടിമത്തൂറി അറിയണ്ട. അതെന്താ സംഗതി? പണ്ട് എങ്ങനെയായിരുന്നു ഇത് കേക്കട്ടെ? ഓ പണ്ട് ഇവൻ ചെണ്ടേക്കാരൻ ഇപ്പൊ മുട്ടാ റെഡി വർത്താനം കേട്ടാല് ക്യാമ്പിന് ബ്ലഡ് കൊടുത്തിട്ട് തലറിഞ്ഞു വീണിട്ടില്ല. പണ്ട് +2 പഠിച്ചപ്പോ ഒരു കഥ അതല്ല ബസ്സത്തെ ആൾക്കാരൊക്കെ നോക്കിയാണ് നിക്കണുണ്ട് കേട്ടോ. ആൾക്കാർ അസൗട്ട് നിക്കണുണ്ട്. +2 പഠിച്ചപ്പോ ടീച്ചർ പറഞ്ഞു ബ്ലഡ് കൊടുത്തവർക്ക് ഉച്ചക്ക് പോവാന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുത്തം പോയി ബ്ലഡ് കൊടുത്തു. എന്നിട്ട് തല ഇറങ്ങി വീണിട്ട് 2 കുപ്പി ബ്ലഡ് തിരിച്ചേറ്റിട്ടാണ് തുപ്പി കാണിച്ചരാ. ഒരു മലയാളി പെൺകുട്ടിയോട് കെട്ടിക്കണ്. മലയാളി പെൺകുട്ടിയോ? അതായത് ആ സമയത്ത് തന്നെ ഞങ്ങൾ +2 പഠിച്ച സമയത്ത് അല്ല എന്ന് നിന്റെ മൊയ്തീൻ ഇറങ്ങി ആകെ സീന് ഇവിടെ. പിന്നെ നമ്മളെ ക്ലാസ്സിൽ നിന്ന് എല്ലാരും വണ്ടി എടുത്ത് കണ്ട് മുക്കത്ത് പോണു കാഞ്ചനമാരനെ കാണാൻ. മൊയ്തീൻ ഇറങ്ങിയതിനു ശേഷം ഇവിടുന്ന് ഒരു ജീപ്പ് എടുത്ത് കണ്ട് കാഞ്ചനമാരനെ കാണാൻ. എന്നിട്ട് മുക്കത്തിന്റെ പൈലിരുന്ന് കണ്ട് കരയാ. ഇതുണ്ടാകാണ്. ഇല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. വരും ഇവിടെ ഇങ്ങോട്ട് വാ. നിനക്ക് ഒരു മിനിറ്റൊന്നും തീരുമാനമാണ്. ഇത് തീരുമാനമായിട്ട് പോയാ മതി. എടാ ആശികേ എടാ പിന്നെ മറ്റേ എന്ന് നിന്റെ മൊയ്തീൻ ഇറങ്ങിയിട്ട് മുക്കത്തേക്ക് വണ്ടി എടുത്ത് പോയി അല്ല പടം കണ്ടുക്കണു. പബ്ലിക് എക്സാമിന് തലേദിവസം ക്ലാസ് അവ പൈക്കണു. ഞാൻ വേറെ എന്തെങ്കിലും സ്റ്റോറി ആശിക്കിന്റെ നാണക്ക് പൈസ ഇട്ടിട്ട് സഹായിക്കാം. കേക്ക് വാങ്ങണ്ടേ? ഞാൻ എന്റെ ബേക്കറി തന്നെ മേടിച്ചു വേണ്ടിവരില്ലേ? SM ബേക്കറി തന്നെ മേടിച്ചു വേണ്ടി വരും. എനിക്ക് പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ കേക്ക് മുറിക്കുന്നുണ്ട്. അതിന്റെ ഫണ്ട് വരുവാണ്. ഒരു പാട്ട് ഒരേ അല്ല കായറു ജോത്തെ ഷായദ് ബനെ അബ് ക്യാ ക്യാ കേ. ഒരു മിനിറ്റ് ഇവിടെ പാട്ട് പാടല്ലേ? ഒന്നുകൂടി പറഞ്ഞ ബഷീർ ആശിക്കേ പല സ്റ്റോറികളും പ്രേക്ഷകർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കാഞ്ചന കാണാൻ എന്നാ ഞാൻ അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ തരാം. ക്യാമറ പിന്നിലാരാ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ 2 വട്ടായി ക്യാമറ പിന്നിലാരാ ചോദിക്കുന്നു. മൂസിൻ കൊണ്ടായത്ത് കേക്കിന് കാട്ടെ വീഡിയോ എടുക്കാൻ. ഞാനോ അക്കൗണ്ട് കിടാ? അല്ല വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ അക്കൗണ്ട് കിടാ. ഞാൻ 50 കൊടുത്തു. പിന്നെ കൊറേ വട്ടായി പറയണു ക്യാമറയുടെ പിന്നിൽ മൂസിന് ഇടക്ക് ഇങ്ങനെ മുന്നേക്ക് വരും. മൂസിൻ പോരെ? പെരുന്നാളൊക്കെ അല്ലേ, എന്തൊക്കെ വർത്താനം? എങ്ങനെ ചൂട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? പിന്നെന്താ നല്ല ചൂടാണ്. ചൂടാണ്.
കസ്റ്റമേഴ്സ് ഒക്കെ എന്താ അവസ്ഥ? ഹാപ്പി അല്ലേ നിങ്ങള്? അപ്പൊ ശരി. സ്റ്റാറ്റസ് മാളെ പറ്റി 2 വാക്ക് പറഞ്ഞോളി. അത് മൈക്കാണ്. സൂപ്പറാണ്. എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും വാണ്ടൽക്കൊക്കെ വരാം. നമ്മള് എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം റോട്ടിലുള്ള സ്റ്റാറ്റസ് മാള്. നിങ്ങളെ പേരാണ്? രാമേന്ദ്രൻ ചേട്ടന്റെ കൂടെയാണ് നമ്മളുള്ളത്. അപ്പോ ഒരു ഹായ് പറഞ്ഞോളി. ഹായ്. പ്രൊമോഷൻ കൊടുക്കണോ? ആർക്ക്? ഫ്രീ പ്രൊമോഷൻ അല്ല. നിനക്കേ അവിടെ മുഷിന്റെ ഒരു ഫോട്ടോഗ്രാഫി ഉണ്ട്. ഇതെന്താ വിരിഞ്ഞടക്കണു? പിന്നെ ഫുള്ള് ഡെനിമാണ് കളിക്കുന്നത്. 2 3 എന്ന് പറയാൻ പറഞ്ഞു. അല്ല മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ച് പറയാം. പോരെ നമുക്ക് ഇനി പറയാം. മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ച് കളിക്കണ്ടേണ് എനിക്ക് ഇഷ്ടം. നീ പറയാ എന്താ സംഭവം? പറയാ സംഭവം. പെണ്ണ് എന്താവോ തെറ്റിപ്പോയി. ഓള് വരാൻ വേണ്ടിട്ട് നിരമ്പാണ് മുറിച്ചു. ഓള് വന്നു. സ്റ്റോറി നോണെന്താ പറഞ്ഞേ? അൽഫാം ചുട്ടപ്പോ ഊണിക്കുക എന്നിട്ട് ചില്ല് അട്ടിയതാണ്. എന്തൊക്കെ അൽഫാം ചുട്ടിയപ്പോ മണ്ടിയതാണ്. എന്നിട്ട് നരമ്പ് ഒന്നും ബന്ധല്ല. ബന്ധമല്ലാത്ത കാര്യങ്ങളാ പറയുന്നത്. അല്ല ഇജെന്താ മുടി വെട്ടി? ഇജാരോടെ മുടി വെട്ടി? പെണ്ണ് പെണ്ണ് പറഞ്ഞിട്ട് മുടി വെട്ടി. പിറ്റേ ദിവസം ഓള് ബ്രേക്കപ്പ് പറഞ്ഞേക്ക. എല്ലായിടത്ത് മുടി വെട്ടിട്ട് വെട്ടിയതൊക്കെ ഓല് ഇഷ്ടത്തിലാവുമ്പോ ഓള് പറയണ ചിലപ്പോ കേൾക്കേണ്ടി വരും. ബ്രേക്കപ്പ് ആയല്ലേ? ബ്രേക്കപ്പ് ആയി. ഓള് പറഞ്ഞു ഓൾക്ക് വേറെ ചെറുക്കനെ കിട്ടിയപ്പോ എന്നെ ഒഴിവാക്കി. നമുക്ക് സീനില്ല. മുടിയാ വെട്ടാൻ കരുതി. അല്ല ഇതിപ്പോ ഓള് കാണുന്നുണ്ടാവും. അവൾക്ക് എന്താ പറയാ. പിന്നെ പീസ് ഒന്നും കൂടല്ലോ. അല്ല ഓൾക്ക് സന്തോഷാണ്. ഓള് പോയിക്കോട്ടെ. നമുക്ക് പിന്നെ ഇതൊക്കെ എല്ലാരും മാതൃകയാക്കുക. അല്ലാതെ ആസിഡ് ഒഴിക്കുക, പക വീട്ടാൻ നടക്കുക, നേരം മുറിച്ച, അൽഫാമ് ചൂടാൻ പോവുക, അങ്ങനെ ചെയ്യരുത്. പിന്നെ മുക്കത്ത് പോയിട്ട് കരയുക. പിന്നെ നേരം പൊറിച്ച ആളെ കാണിച്ചു തരാം. അപ്പൊ പിന്നെ ഏത് നേരമ്പാ? അല്ല വെറുതെ അല്ല, ഉള്ള പോലെ പറയും. അൽഫാം എന്താണ് ഇതല്ല ഇങ്ങനെ അവിടെ കാണണ്ടാ. പിന്നെ അത് ബ്ലർ ചെയ്യാട്ടോ. അൽഫാം ചുട്ടപ്പോ ഓടി. അൽഫാം ചുട്ടപ്പോ ഓടി. എന്നിട്ട് ഏതോ ചില്ല് കട്ടിന്ന് വെറുതെ പറയണേ. ഇത് എന്തായാലും ഓള് കാണും. ഇത് എത്ര കിട്ടി? കണക്ക് കാണിച്ച 100 അല്ല നിക്കേ ഒന്ന് ഹിസ്റ്ററി എടുത്താ. നോക്കട്ടെ ഒരു മിനിറ്റ്. ഇത് എത്രയെന്ന് കഴിഞ്ഞൊരു വീഡിയോ അവസാനിപ്പിക്കാനാണ്. ബാലൻസ് നോക്കട്ടെ. SM ബേക്കറിക്ക് എത്ര ലാഭം പോവും. പിന്നെ സ്ലോ മോഷൻ കളിച്ചല്ലേ എല്ലാരും കണ്ടില്ലേ? ഒരു പാട്ട് അടുത്ത വരി വേറെ വേറെ. സുന്ദര മേരെ പാസ് പേര് 100 കാണിച്ചാ. പിന്നെ എത്ര റുപ്യന്റെ കേക്കാ? സത്യസന്ധമായിട്ട് പറയാം. ജൂപ്പിറ്റർ മഴ നനയാൻ ബേസിന്റെ ഒരു പാട്ട്. ക്യാമറയുടെ ബാക്കില് മൂസിന് ഒന്ന് തിരിച്ചാ. ഇനിയും പറയും ഞാന് ക്യാമറയുടെ ബാക്കില് മൂസിന്. ഇനി ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ടും ഞാൻ പറയും ക്യാമറയുടെ ബാക്കില് മൂസിന്. അനക്കെന്തെങ്കിലും പറയാം? ക്യാമറയുടെ ബാക്കിൽ മൂസിന്. ഇത് തെറ്റാതെ 10 വട്ടം പറഞ്ഞാല് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. പണ്ട് ഞങ്ങള് ഒപ്പം പഠിച്ചാണ്. ഒരു മതില് ചങ്ങായി ചവിട്ടാണ്ട് പൊളിച്ചിക്ക. അവസാനം HM പിടിച്ചു. ആള് കെട്ടിക്കൊടുത്തു. മൂസിന്റെ ഒപ്പം വന്നിട്ട് കെട്ടിക്കൊടുത്തു. മതില് ഉള്ള കഥയാണോ? ഉള്ള കഥയാണ്. മതില് പൊളിച്ചിക്ക്. എന്താണ് റീസണ്? അതിന്റെ പിന്നുള്ള മതില് തൊട്ടപ്പോ ഇങ്ങനെ ആടുക. അത് പൊളി നോക്കാൻ വേണ്ടി ചവിട്ടിയതാണ്. അതില് പൊളിഞ്ഞാടി പുതിയ മതിൽ വെക്കാൻ വേണ്ടിട്ട് കൊട്ടേഷൻ കിട്ടി. സ്കൂളിൽ തന്നെ കൊട്ടേഷൻ കിട്ടി. എങ്ങനെയും എങ്ങനെ ഈ ചെറുക്കനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പൊളിച്ചാട്ടെ. എന്റെ അപ്പാനെ കൊണ്ട് തന്നെ പണിയെടുപ്പിച്ച. അതാണ് ബിസിനസ്. അതിന് വേണ്ടിട്ട് ആരെയും അന്നത്തെ HM പ്രിൻസിപ്പൾ ആയിരുന്നു? സർ. പിന്നെ സാറിന്റെ ഐഡിയ എന്നത് പൊളിച്ചു കൊടുക്കാനും പിന്നെ ഉണ്ടാക്കി കൊടുക്കാനും പ്ലാനിങ് ബിസിനസിന്റെ ഐഡിയ. എന്നിട്ട് എന്റെ
17 വയസ്സായിട്ട് ആദ്യത്തെ പെരുന്നാളാണ്. 20 വയസ്സായി. 20ഓ? ഇവനെ പറ്റി പറയാനുള്ളൂ. 20 ആയിട്ടില്ല. ജൂനിയേഴ്സിന്റെ കടയിൽ പോയിട്ട് ഡ്രസ് എടുത്തു പെരുന്നാക്ക്. മൂസിന് ഡ്രസ് എടുക്കാൻ പാടില്ല. കാരണം എന്താ മൂസിന് എന്താ തിരിച്ചേ ക്യാമറക്ക് പിന്നില് മൂസിനാണ്. മൂസിന്റെ പാന്റ് എടുക്കാൻ വേണ്ടി പോയത്. കിഡ്സിന്റെ തീക്കോ? ഇത് കിഡ്സിന്റെ ഒന്നല്ല. ഇതൊന്നും കുടിച്ചാ ഇത് കിഡ്സാ. കറച്ച് പക്ഷെ ഇവന് പെണ്ണുണ്ട്. ആശിക്കേ മൃദുലിന് പെണ്ണുണ്ട്. മൈനറാണോന്? അന്നോടാ പറഞ്ഞു ഓഫൻസീവ് വർത്താനം പറയരുത്. പിന്നെ അൽബു ഇറങ്ങിയോ? അൽബോടെ അൽബു കേക്ക് കുടിച്ചാൻ പോയില്ലേ? അല്ല ഫീൽ ആവും. നമ്മളെ ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് അല്ലേ ഓൻ പറഞ്ഞു ഓനക്ക് ഫീൽ ആവണ കാര്യം പറഞ്ഞ. അല്ല ചങ്ങായി ഇതെല്ലാരും കണ്ടിട്ടോ നീ തിരിച്ചായിരുന്നോ ക്യാമറ? പിന്നെ വേറെ കാര്യം കേട്ടോ, എല്ലാരും ശ്രദ്ധിക്കും. ഇവനെ കളിയാക്കില്ല, ആർട്ടിന് ഹോട്ടലിലാണ്. ആര് കാതുണ്ട്? 9 ലക്ഷത്തിന് നോട്ടിലെ ആളാണ്. 9 ലക്ഷത്തിന് നോട്ടുണ്ട്. പിന്നെ അമ്മമ്മക്ക് ബർഗർ ഡെയിലി കൊണ്ടുപോയി കൊടുക്കുന്ന കഥകള്, അങ്ങനെ പല കഥകളും ഉണ്ട്. അടുത്തതിൽ പറയാം, അതിലൊക്കെ പാടെ പറഞ്ഞാലേ ഇതല്ല അച്ഛൻ പോലീസിനാണ്, എല്ലാവർക്കും അറിയാലോ അല്ലേ? പിന്നെ മാവോയിസ്റ്റുകാര് വന്നിട്ട് വീട്ടിൽ മേടിച്ച കഥയൊക്കെ അറിയില്ലേ? പിന്നെ ഒരുപാട് കഥ ഉണ്ട്. ഈ ഒരു വ്ളോഗിൽ തികയൂല, അതാ മെയിന്. പോരാ കല്യാണം വിളിച്ചിട്ടില്ല. ഈദ് മുബാറക്ക് തിരിച്ചു പറയണമെന്നാണ്. പിന്നെ കല്യാണം പ്രമാണിച്ച് അല്ല എവിടെ പോണേ എന്റെ പിന്നാലിന്ന് പോവില്ല, അത് വേറെ കാര്യം. സ്വർണ്ണം എടുക്കാനാണോ? ഇതാ അവിടെ ഉണ്ട്. ഈദ് മുബാറക്ക് എന്തേലും പറയും. പിന്നെ ഇത്രയും കാലം ഇങ്ങനെ നല്ലേന്നു ഇങ്ങനെയൊക്കെ. ഇനി പോളെ പെരക്കാര് കാണുന്ന എഴുതിട്ട് നോക്കട്ടെ. ചൂടല്ലേ വ്ളോഗ് ഇട്ടിട്ട് അതിന് ശേഷം കിട്ടിയിട്ട് ഞാൻ ഷുഗർ കൂട്ടൂല. അല്ല നിനക്ക് എത്ര കിട്ടിയോക്കട്ടെ, ഞാൻ കാണിത്തരാം. എന്താ നിർത്തുക? ഈദ് മുബാറക്. ഈദ് മുബാറക് അല്ല ടൂണാണ് ചെയ്. ഈദ് മുബാറക്. അതിന് ക്ഷാമുണ്ട് നിൽക്കേ, ഇങ്ങോട്ട് വാ. ഈദ് മുബാറക് 170. ഈദ് മുബാറക്. മുബാറക് അതിനെ മുബാറക് തിരിച്ചാ. ഇവനെ പറ്റി പറഞ്ഞില്ല, ആരെ? പറ്റി പറഞ്ഞില്ല. പിന്നെ അത് പോക്ക് കേസാണ്, സീനാണ്. ഈദ് മുബാറക് നാർത്തത്തിന്റെ. അല്ല അത് മാഗ്നറ്റ് ആണ്. പിന്നെ കല്യാണ പൈസ ഇതിന്റെ പൈസ എടുക്കണേ. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. പിന്നെ അലമ്പാക്കല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസ. ഈദ് മുബാറക്. ഈദ് മുബാറക്. മുബാറക് ഈദ് മുബാറക്. സൈനിങ് ഓഫ്. ഈദുൽ ഫിത്തർ. ആര്? അല്ല രണ്ട് കാര്യം പറഞ്ഞാൽ മതി. ഞാൻ സൈനിങ് ഓഫ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് ദീക്ക് വലിച്ചിടല്ലേ, ഞാൻ പ്രമോഷൻ കൊടുക്കല്ലേ. എല്ലാ പ്രൊമോഷനാണല്ലോ. അല്ല അത് പറ്റിയില്ലെങ്കിൽ കട്ട് ചെയ്തോളാം കേട്ടോ. ആ ഡെൽറ്റ എന്ന് പറയുന്ന വാക്ക്, ഡെൽറ്റ ഇവിടുത്തെ ട്യൂഷൻ സെന്റർ എന്ന് പറയുന്ന വാക്ക്, ആശിക്കിന്റെ ഡെൽറ്റ എന്ന് പറയുന്ന വാക്കാണ് കട്ട് ചെയ്തത്. പ്ലീസ് കട്ട് ചെയ്യലടാ, പ്ലീസ് കട്ട് ചെയ്യല. അപ്പോ ശരി. അപ്പൊ ഓക്കെ, ബൈ.